സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 7 7ഉം 8ഉം ഭാഗങ്ങളാണ് നമ്മളിന്ന് വിവരിക്കുന്നത്. അതായത് 96-ാമത്തെ ഭാഗം ഭരതചരിതമാണ്. നമ്മൾ ഋഷഭ ഭഗവാന്റെ അവധൂതധർമ്മത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദേഹത്യാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം പറഞ്ഞു നിർത്തിയത്. ആ ഋഷഭ ദേവൻ്റെ മകനാണ് ഭരതൻ, 100 പുത്രന്മാരിൽ മൂത്തയാൾ. ആ ഭരതനെ തൻ്റെ രാജ്യമായ ഭാരതവർഷം എന്നാണ്, അജനാഭ വർഷത്തിന് ഭാരതവർഷം എന്ന പേര് ഭരതൻ ഭരിച്ചതുകൊണ്ടാണ്. ആ ഭരത ചക്രവർത്തിയുടെ ചരിതമാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ജഡഭരതനായി മാറുന്ന ഭരതൻ. അപ്പോൾ ഭരതൻ പരമഭക്തനായിരുന്നു. പിതാവായ ഋഷഭദേവൻ ഭരതനെ രാജ്യമേൽപ്പിച്ചിട്ടാണ് അവധൂത വൃത്തിയെ സ്വീകരിച്ച് പരിവ്രാജകനായി പോയത്. ഭരതൻ വിശ്വരൂപൻ്റെ മകളായ പഞ്ചജനിയെ വിവാഹം കഴിച്ചു. അവളിൽ നിന്ന് അനുരൂപരായ 5 പുത്രന്മാർ ഭരതനുണ്ടായി. സുമതി, രാഷ്ട്രഭൃതൻ, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതു എന്നിവരായിരുന്നു ആ 5 പേര്. ഭരതൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അജനാഭം എന്നു പേരായ ഈ രാജ്യം ഭാരതമെന്ന വിഖ്യാതമായ നാമത്തിൽ അറിയപ്പെടുന്നത്. എല്ലാം അറിവുള്ളവനായ ഭരതരാജാവ് പിതാവിനെ പോലെയും പിതാമഹനെ പോലെയും വളരെ വാത്സല്യത്തോടെ പ്രജകളെ അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിപ്പിക്കുന്നവരായിട്ട് പരിപാലിച്ചു. യജ്ഞങ്ങളുടെയും വളരെ ആ യജ്ഞം നടത്തുന്ന ക്രതുക്കളുടെയും സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ അതാത് കാലത്ത് ചെറുതും വലുതുമായ അഗ്നിഹോത്രം, ദർശം, പൂർണ്ണമാസം, പശു, സോമം എന്നീ യാഗങ്ങളെ കൊണ്ട് ചാതുർഹോത്ര വിധി അനുസരിച്ച് ആരാധിച്ചു. യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർമ്മഫലത്തെ പരബ്രഹ്മസ്വരൂപമായ ഭഗവാൻ വാസുദേവന് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. യാഗം ചെയ്യുന്ന അധ്യര്യു മുതലായവർ ഹവിസിനെ എടുത്ത് ഹോമിക്കുമ്പോൾ ഭരതൻ ഇന്ദ്രൻ, അഗ്നി, വരുണൻ മുതലായ ദേവന്മാരെയാണ് വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ അതാത് അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരായി ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. താൻ ഏത് ദേവനെ ആരാധിച്ചാലും ആരാധന വിരാട് പുരുഷനിലാണ് എത്തിച്ചേരുന്നതെന്ന് ബോധിച്ചായിരുന്നു അദ്ദേഹം യാഗങ്ങൾ ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള ധർമ്മ അനുഷ്ഠാനം കൊണ്ട് മനസ്സ് അത്യന്തം ശുദ്ധമായി തീർന്നു. അതോടെ കൗസ്തുഭം, വനമാല, ശ്രീവത്സം, ചക്രം, ശംഖ്, ഗദ മുതലായ ചിഹ്നങ്ങളെ ശോഭിക്കുന്നവനും സ്വന്തം ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനുമായ ഭഗവാൻ വാസുദേവനിൽ ദിവസം തോറും ഭക്തിഭാവം വളർന്നു വരുവാൻ തുടങ്ങി. ഇപ്രകാരം കുറേ കാലം രാജ്യം ഭരിക്കുകയും നിഷ്കാമകർമ്മത്താൽ മനഃശുദ്ധി സമ്പാദിക്കുകയും ചെയ്ത ഭരതൻ രാജ്യം പുത്രന്മാരെ ഏൽപ്പിച്ച ശേഷം സമ്പൽ സമൃദ്ധമായ കൊട്ടാരത്തിൽ നിന്ന് പുലഹ ആശ്രമത്തിലേക്ക് തപസ്സു ചെയ്യുവാനായി പോയി. പുലഹ ആശ്രമത്തിൽ ഇന്നും ഭഗവാൻ ശ്രീഹരി തൻ്റെ ഭക്തന്മാർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് സന്നിധാനം ചെയ്തു വരുന്നു. ആശ്രമത്തിൻ്റെ സമീപത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചക്ര നദി, ആ പുണ്യനദിക്ക് ഗണ്ഡകി എന്നുകൂടി പേരുണ്ട്. സാളഗ്രാമ ശിലകൾ ഗണ്ഡകി നദിയിലാണ് ഉള്ളത്. പുലഹാശ്രമത്തിന് സമീപം താമസിച്ച് ഭരതൻ തളിരുകൾ, പുഷ്പങ്ങൾ, തുളസീദളം എന്നിവ കൊണ്ടും കിഴങ്ങുകൾ, പഴങ്ങൾ മുതലായവ നിവേദ്യ പദാർത്ഥങ്ങളാക്കിക്കൊണ്ടും ദിവസേന ഭഗവാനെ പൂജിച്ചു. ക്രമേണ മനസ്സ് ശാന്തമായി തീർന്നതിനാൽ അദ്ദേഹത്തിന് ദിവസം പ്രതി ഭഗവാനിൽ ഭക്തി വളരുവാൻ തുടങ്ങി. ഹൃദയം അലിഞ്ഞു. സന്തോഷ ആധിക്യത്താൽ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. തൻ്റെ സർവസ്വമായ ഭഗവാന്റെ ചെന്താമര കാലടികളെ നിരന്തരം ധ്യാനിച്ചിരുന്നതിനാൽ ആനന്ദസാഗരത്തിൽ മുഴുകിയ ഭരതൻ പലപ്പോഴും താൻ ചെയ്തിരുന്ന പൂജയെ പോലും മറന്നുപോയി. ഇങ്ങനെ ഭഗവാനെ സേവിക്കുവാൻ ഉചിതങ്ങളായ വ്രതങ്ങൾ ആചരിച്ചും കൃഷ്ണ മൃഗത്തോലാകുന്ന വസ്ത്രം ധരിച്ചും ദിവസേന 3 നേരം സ്നാനം ചെയ്തിരുന്നതിനാൽ നനഞ്ഞും
മഞ്ഞിച്ചുമിരുന്ന ജടാഭാരത്താൽ ശോഭിക്കുന്നവനുമായ ഭരതൻ ഉദിച്ച് ഉയരുന്ന സൂര്യമണ്ഡലത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നവനായിട്ട് ഈ മന്ത്രം ജപിച്ചു വന്നു. മന്ത്രസാരം ഇതാണ്: പ്രകാശസ്വരൂപിയായ സൂര്യൻ്റെ പ്രകൃതി സംബന്ധമല്ലാത്തതും കർമ്മഫലപ്രദവുമായ തേജസ്സിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആ തേജസ്സാണ് സങ്കല്പമാത്രത്താൽ ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. തൻ്റെ ജ്ഞാനശക്തി കൊണ്ട് പ്രപഞ്ചത്തിൽ പ്രവേശിച്ച് അന്തര്യാമി സ്വരൂപേണ ഇതിനെ പരിപാലിക്കുന്നതും ആ തേജസ് തന്നെ. അത് മനുഷ്യരുടെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവയ്ക്ക് പ്രവൃത്തി സാമർഥ്യം നൽകുകയും വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്ന ജീവനെ സാക്ഷിഭാവത്തിൽ കാണുകയും ചെയ്യുന്നു. ഈ സൂര്യ തേജസ് പരമാത്മാവായ ഭഗവാന്റെ തേജസ് തന്നെയാണ്. ഇതായിരുന്നു ഭരത ചക്രവർത്തി, അതായത് ആ രാജർഷിയായ ഭരതൻ ധ്യാനിക്കുന്ന മന്ത്രത്തിൻ്റെ സാരം. ഭരതൻ ഒരു ദിവസം ഇങ്ങനെ ധ്യാനനിരതനായി കുളിയും സന്ധ്യാവന്ദനവും ഒക്കെ കഴിഞ്ഞ് ഈ ഗണ്ഡകി നദീതീരത്ത്, അതായത് ചക്ര നദീതീരത്ത് പ്രണവമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാൻപേട വെള്ളം കുടിക്കുവാനായി നദിയിലേക്ക് വന്നു. അത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കെ തന്നെ സമീപത്തായി അതിഭയങ്കരമായ ഒരു സിംഹഗർജനം കേട്ടു. ഭയപ്പെട്ട് വിറച്ച മാൻപേട നദിയിലേക്കെടുത്ത് ചാടി. ഗർഭിണിയായിരുന്ന മാനിൻ്റെ ഗർഭം സ്രവിച്ച് നദിയിലൂടെ ആ ഒഴുക്കിൽപ്പെട്ടു. സിംഹത്തിൽ നിന്നുണ്ടായ ഭയത്താലും നദിയിലേക്ക് ചാടിയ ആ പ്രഹരത്താലും പ്രസവ സമയത്തെ വേദനയാലും പരവശയായ മാൻപേട ഒരു ഗുഹയിൽ ചെന്ന് വീണ് ജീവൻ വെടിഞ്ഞു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന അനാഥനായ ആ മാൻകുഞ്ഞിനെ രാജർഷിയായ ഭരതൻ എടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഭരതൻ ആ മാൻകുഞ്ഞിൽ ദിനംപ്രതി സ്നേഹം വളർന്നു വരുവാൻ തുടങ്ങി. അതിനെ രക്ഷിക്കുക, വളർത്തുക, ലാളിക്കുക, സന്തോഷിപ്പിക്കുക എന്നീ പ്രവൃത്തികളിൽ നിരന്തരം വ്യാപിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ തപോ നിയമങ്ങളെല്ലാം കുറച്ചു കാലം കൊണ്ട് തീരെ ഇല്ലാതെയായി. അദ്ദേഹം വിചാരിച്ചു, അയ്യോ പാവം ഈ മാൻകുഞ്ഞ് കാലചക്രത്തിൻ്റെ തിരച്ചിലിൽ സ്വന്തം ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട് എന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ അച്ഛനായും അമ്മയായും സഹോദരന്മാരായും ബന്ധുക്കളായും ഞാൻ ഒരുവൻ മാത്രമല്ലേ ഉള്ളൂ. അതിന് മറ്റാരെയും പരിചയമില്ലല്ലോ. സജ്ജനങ്ങൾ വിരക്തരാണെങ്കിലും ദുഃഖിതരിൽ വാത്സല്യമുള്ളവരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ സ്വാർത്ഥത്തെപ്പോലും ഉപേക്ഷിക്കാറുണ്ട്. തപസ്സും നിയമാചരണവും എൻ്റെ സ്വന്തം കാര്യങ്ങളാണ്. ആശ്രയിച്ച ഈ മാൻകുട്ടിയെ രക്ഷിക്കാൻ പരോപകാര പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്. ഇങ്ങനെ നിശ്ചയിച്ച ഭരതൻ ആ മാൻകുട്ടിയുമായി വളരെ വലിയ സ്നേഹബന്ധത്തിലായി. കിടക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും മാൻകുട്ടിയെ സ്നേഹത്തോടെ പിരിയാതെ അതിനോടൊപ്പം കഴിഞ്ഞു വന്നു. ദർഭ, ചമത, പുഷ്പങ്ങൾ, ഫലമൂലാദികൾ എന്നിവ കൊണ്ടുവരാനായി വനത്തിലേക്ക് പോകുമ്പോഴും ആശ്രമത്തിൽ അതിനെ ഒറ്റയ്ക്കാക്കി പോകുവാൻ വിശ്വാസമില്ലാത്തതിനാൽ മാൻകുട്ടിയെ കൂടെ കൊണ്ടു നടക്കും. കുട്ടി സ്വഭാവത്താൽ മാൻ അങ്ങുമിങ്ങും നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം സ്നേഹപാരവശ്യത്താൽ അതിനെ തോളിലെടുത്ത് നടക്കും. മടിയിലും മാറിടത്തിലുമൊക്കെ എടുത്തു വെച്ച് ആലിംഗനം ചെയ്ത് നിർവൃതിയടയും. പൂജയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്കിടെ മാൻകുഞ്ഞിനെ അത് സുരക്ഷിതനല്ലേ എന്ന് നോക്കും. മകനെ, നിനക്ക് മംഗളമുണ്ടാവട്ടെ എന്ന് ഹൃദയംഗമമായി ആശീർവദിക്കും. ഒരിക്കൽ ആ മാൻകുട്ടി പുല്ല് തിന്നുകൊണ്ട് കണ്ണെത്താത്ത ദൂരത്തേക്ക് പോയി. അതിൻ്റെ വിരഹ ദുഃഖത്താൽ ആർത്തനായ ആ രാജർഷി ഇപ്രകാരം പറഞ്ഞു: അയ്യോ കഷ്ടം! അമ്മ മരിച്ചവനായ ആ മാൻകുഞ്ഞ് കഠിന ഹൃദയനും സ്നേഹശൂന്യനുമായ എൻ്റെ സ്നേഹമില്ലായ്മയെ കണക്കാക്കാതെ നല്ലവനെ പോലെ വീണ്ടും എൻ്റെ സമീപത്തേക്ക് മടങ്ങി വരില്ലേ? ഈ ആശ്രമത്തിന് സമീപത്ത് പുല്ല് തിന്നുകൊണ്ട് സുരക്ഷിതനായി നിൽക്കുന്ന അതിനെ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടാവില്ലേ? പുലി, ചെന്നായ മുതലായ ദുഷ്ടമൃഗങ്ങൾ ആരെങ്കിലും എൻ്റെ മാൻകുഞ്ഞിനെ പിടിച്ചു തിന്നിരിക്കുമോ?
ഇതാ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനിയും മാൻകുഞ്ഞ് മടങ്ങി വരുന്നില്ലല്ലോ. ഭാഗ്യഹീനനായ എൻ്റെ സമീപത്ത് വീണ്ടും വന്ന് തൻ്റെ ആകർഷകങ്ങളായ കുട്ടിക്കളികളാൽ ആ മാൻകുഞ്ഞാകുന്ന രാജകുമാരൻ എന്നെ സന്തോഷിപ്പിക്കില്ലേ? ഞാൻ ചിലപ്പോൾ വെറും തമാശയ്ക്ക് വേണ്ടി കണ്ണടച്ചിരിക്കാറുണ്ട്. അപ്പോൾ ആ മാൻകുഞ്ഞ് സ്നേഹവിശ്വാസത്തോടെ എൻ്റെ പിന്നിൽ വന്ന് മഞ്ഞുതുള്ളി പോലെ മൃദുവായ കൊമ്പുകൊണ്ട് എൻ്റെ പുറത്ത് മെല്ലെ മെല്ലെ ഉരസാറുണ്ട്. ഹവിസ് വെച്ചിരിക്കുന്ന ദർഭപ്പുല്ല് ചിലപ്പോൾ മാൻകുഞ്ഞ് കടിക്കാറുണ്ട്. ഞാനപ്പോൾ അതിനെ ശകാരിക്കാറുമുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഭയപ്പെട്ട് വിറച്ച് അപരാധബോധത്തോടെ അത് കുറച്ച് അകലത്തിൽ ഒതുങ്ങി നിൽക്കാറുണ്ട്. കൃഷ്ണമൃഗമുള്ള പ്രദേശം യാഗഭൂമിയാണ്. ഈ ഭൂപ്രദേശം എന്ത് പുണ്യമാണ് ചെയ്തത്! ഈ മാൻകുട്ടി, അതിൻ്റെ സാന്നിധ്യം, അതിനാൽ ഇവിടം ബ്രാഹ്മണരുടെ യാഗഭൂമിയായി തീർന്നിരിക്കുന്നുവല്ലോ. അമ്മയില്ലാത്തവനും എൻ്റെ ആശ്രയത്തിൽ വഴിതെറ്റി അകന്നുപോയവനുമായ ഈ മാൻകിടാവിനെ കാരുണ്യത്തോടെ ചന്ദ്രൻ എൻ്റെ മടിയിലെടുത്തു വെച്ച് ലാളിക്കുകയാണോ? പുത്രനെപ്പോലെ സ്നേഹിക്കുന്ന മാൻകുഞ്ഞിനെ കാണാതെ വിരഹവിഹ്വലനായിരിക്കുന്ന എന്നെ ചന്ദ്രൻ തൻ്റെ അമൃതകിരണങ്ങളെ കൊണ്ട് സമാശ്വസിപ്പിക്കുകയാണോ? ചന്ദ്രൻ ആ മാൻകുഞ്ഞിനെ ചന്ദ്രൻ്റെ മടിയിലെടുത്ത് വെച്ച് ലാളിക്കുകയാണോ എന്നിങ്ങനെയാണ് ഇവിടെ മഹർഷി സംശയിക്കുന്നത്, അതിനെ കാണാതെ വന്നപ്പോൾ. ഇങ്ങനെ പലവിധ മനോരാജ്യങ്ങളാൽ ദുഃഖിതനായ ഭരതനെ സ്വന്തം പ്രാരാബ്ധ കർമ്മം തന്നെയാണ് മാൻകുട്ടിയായി വന്ന് പിടികൂടിയത്. അപ്പോൾ തൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ഈശ്വര സേവനത്തിൽ ഏർപ്പെട്ടാലും നമ്മളെ വന്ന് പിടികൂടുക തന്നെ ചെയ്യും. നമ്മുടെ ജന്മാന്തര കർമ്മബന്ധങ്ങളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ വരും. അതിനോടുണ്ടായ സ്നേഹ ആധിക്യത്താൽ ആ രാജർഷി തൻ്റെ തപസ്സിൽ നിന്നും ഈശ്വരാരാധനാപരങ്ങളായ കർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ടനായി തീർന്നു. മോക്ഷപ്രാപ്തിക്ക് തടസ്സമാണെന്നതിനാൽ രാജ്യത്തെയും പുത്രന്മാരെയും പത്നിയെയും ഉപേക്ഷിച്ചവനായിരുന്നു അദ്ദേഹം. എങ്കിലും മാൻകുട്ടിയെ ലാളിച്ചും രക്ഷിച്ചും ജീവിച്ച അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്ന് പോയി. അങ്ങനെ ആ പരമാർത്ഥം അദ്ദേഹം അറിയാതെ പോയി. അദ്ദേഹം തൻ്റെ കൊട്ടാരം, സമ്പൽ സമൃദ്ധമായ കൊട്ടാരവും പുത്രന്മാരെയും സ്നേഹനിധിയായ ഭാര്യയെയും ഉപേക്ഷിച്ചിട്ടാണ് താൻ തൻ്റെ യഥാർത്ഥ ലക്ഷ്യപ്രാപ്തമായ മോക്ഷമാർഗത്തിൽ ഇറങ്ങി തിരിച്ചത്. എന്നിട്ടാണ് ഈ ഒരു മാൻകുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ആർക്കും തടുക്കാൻ കഴിയാത്ത ആ മരണസമയം അടുത്തു വന്നു ചേർന്നു. അപ്പോഴും പുത്രനെ പോലെ സമീപത്ത് നിൽക്കുന്ന മാൻകുട്ടിയെ പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. മാൻകുട്ടിയെ തന്നെ ഓർമ്മിച്ച് മരിച്ചതിനാൽ ഭരതൻ അടുത്ത ജന്മത്തിൽ ഒരു മാനായി ജനിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പൂർവ്വജന്മ സ്മരണയുണ്ടായിരുന്നു. ഞാൻ പൂർവ്വജന്മത്തിൽ ഭരത ചക്രവർത്തിയായിരുന്നു, മാനിനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു സ്മരണ വന്നു. നമുക്ക് ആ സ്മരണ ഇല്ല. നമ്മൾ ജനിമൃതി ചക്രത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്കത്രയും ഈശ്വര സാക്ഷാത്കാരം കിട്ടാത്തത് കൊണ്ടാണ് പൂർവ്വജന്മ സ്മൃതി ഇല്ലാത്തത്. അങ്ങനെയുള്ളവരും ഉണ്ട്. കുറേ കാലത്തെ തപസ്സുകൊണ്ടും ഈശ്വരഭജനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിർമ്മലമായി തീർന്നിരിക്കുന്നതിനാലാണ് പൂർവ്വജന്മ സ്മരണ നഷ്ടപ്പെടാതിരുന്നത്. അതാണ് തപസ്സും ഈശ്വര അർപ്പണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വജന്മം നമ്മുടെ ആരാണെന്നും നമ്മൾ ആരായിരുന്നു എന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. മാനിലുണ്ടായ സ്നേഹം കൊണ്ടാണ് ലക്ഷ്യപ്രാപ്തി സാധിക്കാതെ വന്നത് എന്ന് മനസ്സിലാക്കിയ മഹാനായ ഭരതൻ തനിക്ക് അബദ്ധം പറ്റിയതിൽ ദുഃഖിതനായി സ്വയം പറഞ്ഞു, കഷ്ടം, ഞാൻ ആത്മമാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി പോയല്ലോ. പരമനിസ്സംഗനായി ഏകാന്തമായ പുണ്യദേശത്ത് താമസിച്ച് ആത്മതത്വത്തെ ബോധിച്ചവനായിട്ടും ഭഗവാൻ വാസുദേവൻ്റെ മഹിമകളെ കേൾക്കുക, കീർത്തിക്കുക, അനുസ്മരിക്കുക എന്നീ രൂപത്തിൽ ഓരോ യാമവും സഫലമാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന എനിക്ക് മാൻകുട്ടിയിലുണ്ടായ സ്നേഹം എൻ്റെ എല്ലാവിധ സാധനകളെയും നിഷ്ഫലമാക്കി തീർത്തുവല്ലോ. ഇങ്ങനെ ചിന്തിച്ച് വിരക്തനായി തീർന്ന ആ മാനായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ആ മാൻ ഇനി ആരോടും ബന്ധപ്പെടില്ല എന്ന് തീരുമാനിച്ച് ജീവിക്കുകയാണ്. തന്നെ പ്രസവിച്ച അമ്മയായ മാൻപേടയെ ഉപേക്ഷിച്ച് തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ
തപോവന ഭൂമിയിൽ ആയിരുന്ന ആ പുലഹ ആശ്രമത്തിലേക്ക് മാൻ ഓടിപ്പോയി, ഈ ഭരതനായ മാന്. അവിടെ കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പരമ നിസ്സംഗനായി ഒറ്റയ്ക്ക് ജീവിച്ചു. താഴെ വീണ് കിടക്കുന്ന ഇല, പുല്ല്, ചെടികൾ ഇവ ആഹരിച്ചു കൊണ്ടാണ് ജീവിച്ചത്. എപ്പോഴും ഈശ്വര സ്മരണയിൽ മുഴുകി ആ മാൻ കഴിഞ്ഞു വന്നു. മരണസമയം അടുത്തപ്പോൾ ചക്ര നദിയിൽ ഇറങ്ങി മാൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. മാനിൻ്റെ ശരീരം ഉപേക്ഷിച്ച ഭരതൻ അങ്കിരിസു മഹർഷിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായി പിന്നീട് ജനിച്ചു. ആ ബ്രാഹ്മണൻ ആദ്യത്തെ ഭാര്യയിൽ ആ ബ്രാഹ്മണന് ആദ്യ ഭാര്യയിൽ 9 പുത്രന്മാരും രണ്ടാമത്തെ ഭാര്യയിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായി. ആ ആൺകുട്ടി മാനിൻ്റെ ശരീരം ഉപേക്ഷിച്ച് അവസാനത്തെ ശരീരം സ്വീകരിച്ച ഭരതനായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ 2 ജന്മങ്ങളും ഓർമ്മയുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ആരോടും ബന്ധപ്പെടരുതെന്ന് കരുതി ഭ്രാന്തൻ, ജഡൻ, കുരുടൻ, ചെകിടൻ എന്നീ രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിച്ചു. അച്ഛനായ ബ്രാഹ്മണൻ പുത്രനോടുള്ള സ്നേഹാധിക്യത്താൽ സമാവർത്തനം പോലെയുള്ള സംസ്കാരങ്ങളെല്ലാം ചെയ്ത് ഉപനയനം കഴിപ്പിച്ചു. ബാലന് സ്നാനം, സന്ധ്യാവന്ദനം, ഗായത്രി ജപം, ഹോമം മുതലായ നിത്യകർമ്മ അനുഷ്ഠാനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ ബാലനാകട്ടെ അച്ഛൻ ഉപദേശിച്ച നിത്യകർമ്മങ്ങളെ ഇവയൊന്നും തനിക്ക് ആവശ്യമില്ല എന്ന മട്ടിൽ അശ്രദ്ധയോടെ ചെയ്തു പോന്നു. വേദങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച അച്ഛൻ ഓം ഭൂർഭുവ സ്വഹ എന്ന വ്യാഹൃത ഗായത്രി മന്ത്രം, ആ വ്യാഹൃതികളോടെ ഗായത്രി മന്ത്രം പറഞ്ഞു കൊടുത്തു. 4 മാസം ശ്രമിച്ചിട്ടും ആ കുട്ടിക്ക് ഗായത്രി മന്ത്രം പോലും തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഗായത്രി മന്ത്രം, സന്ധ്യാവന്ദനം, ഹോമം ഇവയെല്ലാം ഈശ്വര പ്രാപ്തിക്കുള്ള പ്രാഥമിക അനുഷ്ഠാനങ്ങളാണല്ലോ. ബ്രഹ്മാനുഭൂതിയിൽ മുഴുകി ജീവിച്ചിരുന്ന ഭരതൻ ഇവയുടെയൊന്നും ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ ഇതൊന്നും അറിയാത്ത ധാരാളം പേരുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഗ്രൂപ്പിലുള്ള ഒരു മാഡം എന്നോട് പറഞ്ഞു, എനിക്ക് നാരായണീയം വായിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് ഭാഗവതം എന്തോന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്തു. പക്ഷേ ഈശ്വരൻ്റെ ആ അനുഗ്രഹം കൊണ്ട് ആനന്ദ കണ്ണുനീർ വരികയും സംസ്കൃത പദങ്ങളോ മലയാള പദങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ട് പോലും നാരായണീയം ഏറ്റവും ഭംഗിയായി വായിക്കുകയും ഭഗവത്ഗീത വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു എന്ന്. അത് ഈ ജന്മമാണ് നമുക്കത് അറിഞ്ഞുകൂടാത്തത്. ഈ ജഡഭരതൻ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ കൊട്ടാരവും മക്കളെയും ഭാര്യയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മസാക്ഷാത്കാരത്തിന് ഇറങ്ങി ഒരു രാജർഷിയായിട്ട് ജീവിതം അനുഷ്ഠിച്ച് പുലഹ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന ആളാണ് പൂർവ്വജന്മത്തിൽ. പിന്നെ ആ മാൻകുട്ടിയെക്കുറിച്ച് ഓർത്തത് കാരണം പിന്നെ അടുത്ത ജന്മം ആരെക്കുറിച്ച് ഓർത്ത് മരിച്ചോ, മാനായിട്ട് ജനിച്ചെങ്കിലും തൻ്റെ പൂർവ്വ സ്മൃതികളുണ്ട്. ആ പൂർവ്വ ജന്മസ്മൃതികൾ ലഭിച്ചത് തന്നെ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അത്രയും തപോവൃത്തി ഉള്ളത് കൊണ്ടാണ്. ആ അദ്ദേഹമാണ് വീണ്ടും ഒരു ബ്രാഹ്മണൻ്റെ മകനായിട്ട് വന്ന് ജനിച്ചത്. അപ്പോൾ ബ്രാഹ്മണൻ തൻ്റെ മകന് ചെയ്യേണ്ട ഗായത്രി ഉപദേശവും സ്നാനവും സന്ധ്യാവന്ദനവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഈ ഭരതൻ എന്ന ആത്മാവ് പുതിയ കുട്ടിയായിട്ട് ജനിച്ചെങ്കിലും അദ്ദേഹത്തിന് അതൊന്നും വേണ്ട. കാരണം അദ്ദേഹം ഈശ്വര സാക്ഷാത്കാരത്തിന് തൊട്ടരികിൽ എത്തിയ ആളാണ്. അത് വീണ്ടും ഒരു ശരീരം മാറി മാറി എടുത്തന്നേ ഉള്ളൂ. ഇതുതന്നെയാണ് നമുക്കിടയിൽ ഈ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ വ്യക്തിക്കും എല്ലാവർക്കും സംഭവിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ശരീരം എടുത്ത് വന്നേ ഉള്ളൂ. പക്ഷെ പൂർവ്വജന്മത്തിൽ നമ്മൾ എവിടെ വരെ എത്തി, ഈ ആത്മീയ പാതയുടെ സഞ്ചാരത്തിൻ്റെ എവിടെ വരെ എത്തി നിൽക്കുന്നു, ആ എത്തി നിൽക്കുന്നവർക്ക് ഈ പറയുന്ന ഗ്രന്ഥങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഇവർ നേരത്തെ മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെയൊക്കെ എല്ലാ സത്തയും മനസ്സിലാക്കിയിട്ട് പിന്നെയും കർമ്മഫലമായിട്ട് ബാക്കിയുള്ള യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവരാണ്.
അപ്പോൾ ആ യാത്രക്കിടയിൽ ഇനിയും നമുക്ക് ആദ്യം പഠിച്ച ഭാഗങ്ങളിലേക്ക് പോകാൻ മനസ്സ് വരില്ല. കാരണം അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എല്ലാത്തിൻ്റെ സത്ത അറിയാം. എന്താണ് തത്വം, എന്തിലേക്കുള്ള യാത്രയാണിതെന്നുള്ളത് ശരിക്കും അറിയാം. പിന്നെ നമ്മൾ ആ യാത്ര ചെയ്തെടുത്തുനിന്ന് ഇറങ്ങി താഴേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ജഡഭരതൻ എന്ത് ചെയ്തത്? അച്ഛൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രം ഒന്നും ഗ്രഹിച്ചു. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇവൻ്റെ ഒരു മണ്ടനാണ്, ഒരു ഗായത്രി പോലും നന്നായിട്ട് ജപിക്കുവാനോ വേദപഠനം ചെയ്യുവാനോ ഒന്നും അറിഞ്ഞുകൂടല്ലോ. അതിനുവേണ്ടി പരിശ്രമിച്ച് തൻ്റെ മനോരഥം സാധിക്കാതെ ഗൃഹസ്ഥ ജീവിതത്തിൽ തന്നെ ഇരുന്ന് അദ്ദേഹം മരിച്ചുപോയി. ആരാണ്? ജഡഭരതൻ. അപ്പം പുത്രവാത്സല്യത്താൽ അച്ഛനായ ബ്രാഹ്മണൻ കുളി, സന്ധ്യാവന്ദനം, ഗായത്രി ജപം, വേദപഠനം, ഗുരുപൂജ, ഹോമം മുതലായ ബ്രഹ്മചാരികളുടെ അനുഷ്ഠാനങ്ങളെ പുത്രന് ഇഷ്ടമല്ലെങ്കിലും അവനെ പഠിപ്പിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ മക്കളെ ചെയ്യുന്നത്? മക്കൾക്ക് ഇഷ്ടമല്ലെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കും. അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് തൻ്റെ മനോരഥം സാധിക്കാതെ, തൻ്റെ ആഗ്രഹം സാധിക്കാതെ ഗൃഹസ്ഥ ജീവിതത്തിൽ തന്നെ ഇരുന്ന് ആ ബ്രാഹ്മണൻ മരിച്ചുപോയി. ഈ മോൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഓർത്ത് ഭരതൻ്റെ അമ്മ തൻ്റെ 2 കുട്ടികളെയും ജ്യേഷ്ഠതയെ ഏൽപ്പിച്ചിട്ട് ഭർത്താവിൻ്റെ ശരീരത്തോടു കൂടി അഗ്നിപ്രവേശം ചെയ്ത് പുണ്യലോകത്തെ പ്രാപിച്ചു. നോക്കിക്കോണേ, ഈ ഭരതൻ കാരണം ഉണ്ടായ മനോവ്യഥയാണ് ഇതെല്ലാത്തിനും കാരണം. ജ്യേഷ്ഠന്മാർക്ക് ഭരതൻ്റെ മാഹാത്മ്യം അറിയുമായിരുന്നില്ല. അവർ കർമ്മത്തിൽ മാത്രം താല്പര്യം ഉള്ളവരായിരുന്നു. ഇവൻ ജഡനാണെന്ന് കരുതി ജ്യേഷ്ഠന്മാർ ഭരതനെ പഠിപ്പിക്കുവാനുള്ള ശ്രമം വേണ്ടെന്ന് വെച്ചു. ഇവൻ ഒരു മണ്ടൻ വിഡ്ഢി, ഇവനെ ഇനിയും നമുക്ക് പഠിപ്പിക്കുകയൊന്നും വേണ്ട, അച്ഛനോ കുഴഞ്ഞു മരിച്ചും പോയി എന്ന് ജ്യേഷ്ഠന്മാർ കരുതി. പ്രാകൃതരും വെറും മൃഗപ്രായരുമായ ജനങ്ങൾ ഭ്രാന്തൻ, ജഡൻ, പൊട്ടൻ എന്ന് വെച്ചാൽ കാത് കേൾക്കാത്തവൻ എന്നെല്ലാം പറഞ്ഞ് ഭരതനെ പരിഹസിച്ചിരുന്നു. അദ്ദേഹം അതുപോലെയെല്ലാം അവരുടെ മുൻപിൽ പെരുമാറുകയും ചെയ്തു വന്നു. ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്ത് അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കും. മറ്റു ചിലപ്പോൾ യാദൃച്ഛികമായി കിട്ടുന്നതുകൊണ്ടും ചിലപ്പോൾ യാചിച്ച് കിട്ടുന്നതുകൊണ്ടും ആഹാരം നിർവഹിച്ചു വന്നിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണദോഷങ്ങളോ സ്വാദോ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നേയില്ല. ഒരു അവധൂത ധർമ്മമാണ് ആ ചെയ്യുന്നത്. ശരീരം നിലനിൽക്കാൻ വേണ്ടതായ അത്യാവശ്യമായിട്ടുള്ള ആഹാരം മാത്രമേ അദ്ദേഹം കഴിച്ചിരുന്നുള്ളൂ. സ്വാദിനു വേണ്ടിയല്ല. ആത്മാനന്ദ ഭൂതിയിൽ മുഴുകി ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് സുഖത്തിലും ദുഃഖത്തിലും തീരെ വികാരമുണ്ടായിരുന്നില്ല. തണുപ്പ്, ചൂട്, കാറ്റ്, മഴ എന്നിവയെ സഹിക്കുന്നവനായിരുന്നു അദ്ദേഹം. ക്രമേണ ഭരതൻ യുവാവായി തീർന്നു. ചിന്തകളൊന്നുമില്ലാത്തതിനാൽ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു. അദ്ദേഹം വെറും നിലത്താണ് കിടന്നിരുന്നത്. കുളി, അലങ്കാരം മുതലായ സംസ്കാരങ്ങൾ ഇല്ലാത്തതിനാൽ ചളി മൂടിയ രത്നം പോലെ പുറമേക്ക് പ്രകാശിക്കാത്ത ബ്രഹ്മ തേജസ്സോടു കൂടിയവനായിരുന്നു അദ്ദേഹം. മുഷിഞ്ഞ മുണ്ടുടുത്തവനും ചളി പറ്റിപ്പിടിച്ച പൂണൂലു ഇട്ടവനും ദേഹത്തെ കണ്ട മൃഗപ്രായരായ ആ ജനങ്ങൾ, എന്നുവെച്ചാൽ ഒരു മൃഗത്തിനെ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ ദേഹമെല്ലാം. അത് കണ്ട ജനങ്ങൾ ബ്രാഹ്മണ വംശത്തെ ദുഷിപ്പിക്കുവാൻ വന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഭരതൻ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് കണ്ട ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ കൊണ്ട് കൃഷിപ്പണി ചെയ്യിക്കുവാൻ തുടങ്ങി. അവർ പറയുന്ന ജോലികളും അദ്ദേഹം ചെയ്തു വന്നു. പക്ഷേ ആ ജോലികളുടെ ഗുണദോഷ ചിന്തയൊന്നും അദ്ദേഹത്തിന് തീരെ ഉണ്ടായിരുന്നില്ല. അവർ കൊടുക്കുന്ന അരിപ്പൊടി, പിണ്ണാക്ക്, ഉഴുന്നിൻ്റെ ഉമി അതൊക്കെ ആഹാരപദാർത്ഥങ്ങളായി അദ്ദേഹം സ്വീകരിച്ചു. അവയുടെ സ്വാദുപോലും നോക്കാതെ അദ്ദേഹം കഴിച്ചു. ജ്യേഷ്ഠന്മാർ ഒരു ദിവസം അദ്ദേഹത്തെ വയലിന് കാവലിരുത്തി. കള്ളന്മാർ, പന്നികൾ മുതലായവർ വിളവ് നശിപ്പിക്കാതെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു. അദ്ദേഹം വയലിൽ വീരാസനത്തിലിരുന്ന് ബ്രഹ്മനിഷ്ഠയിൽ മുഴുകി. അവിടെ സമീപത്തായി ഒരു ശൂദ്ര രാജാവ് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പരദേവത ഭദ്രകാളിയായിരുന്നു. രാജാവ് തനിക്ക് പുത്രനുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഭദ്രകാളിക്ക് ഒരു നരബലി കൊടുക്കുവാൻ നിശ്ചയിച്ചു. രാജഭൃത്യന്മാർ ആരോ ഒരാളെ അതിന് തിരഞ്ഞെടുത്തുകൊണ്ട് വന്നു. തന്നെ ബലി കൊടുക്കുവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ സന്ധ്യാസമയത്ത് രാജഭടന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടിപ്പോയി.
രാജഭൃത്യന്മാർ പിടിക്കാൻ പിന്നാലെ ഓടിയെങ്കിലും അയാൾ ഇരുട്ടിൽ എവിടെയോ രക്ഷപ്പെട്ടു. അയാളെ അന്വേഷിച്ച് നടക്കുന്ന ശൂദ്ര രാജഭൃത്യന്മാർ വയലിൽ വീരാസനത്തിലിരിക്കുന്ന ഭരതനെ കണ്ടു. മറ്റവൻ പോയാൽ പോകട്ടെ, ഇവനെ സകല ലക്ഷണങ്ങളും തികഞ്ഞവനാണല്ലോ എന്നു പറഞ്ഞ് രാജഭടന്മാർ ഭരതനെ കയറുകൊണ്ട് കെട്ടി സന്തോഷത്തോടെ ദേവീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ കുളിപ്പിച്ചു, കുറിക്കൂട്ടൊക്കെ അണിയിപ്പിച്ചു, കുങ്കുമതിലകം ചാർത്തി, കോടിവസ്ത്രം ഉടുപ്പിച്ചു, ചെമ്പരത്തിപ്പൂ മാല അണിയിച്ചു, വിശേഷപ്പെട്ട ആഹാരപദാർത്ഥങ്ങളെല്ലാം കൊടുത്തു. ധൂപം, ദീപം, മാല, മലർ, ഇളനീര്, കറുക എന്നിവ കൊണ്ട് പൂജിച്ചു. അനന്തരം പാട്ട്, വാദ്യം എന്നിവയുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തി. ശൂദ്രരാജ പുരോഹിതൻ ഭരതൻ്റെ ചോര കൊണ്ട് ഭദ്രകാളിക്ക് സമർപ്പണം ചെയ്യുവാൻ നിശ്ചയിച്ച് മന്ത്രത്താൽ അഭിമന്ത്രിക്കപ്പെട്ട മൂർച്ചയുള്ള വാളെടുത്തു. രജോ ഗുണ തമോ ഗുണ പ്രധാനികളും ധനമതം കൊണ്ട് അഹങ്കാരികളും ഹിംസയിൽ ആനന്ദിക്കുന്നവരുമായ ശൂദ്രന്മാർ ഭഗവാന്റെ അംശത്തോടു കൂടിയ ബ്രാഹ്മണ കുലത്തെ തിരസ്കരിച്ച് ബ്രഹ്മനിഷ്ഠനും ആരിലും വൈരമില്ലാത്തവനുമായ ഭരതനെ കൊല്ലുവാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഭദ്രകാളി ദേവിക്ക് സഹിച്ചില്ല. അപ്പോൾ തമോ ഗുണപ്രധാനികളും രജോ ഗുണപ്രധാനികളുമായിട്ടുള്ള ഈ ദുഷ്ടരാണ് സത്വഗുണപ്രധാനിയായ ഭരതനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. ഭരതൻ്റെ ബ്രഹ്മ തേജസ് സഹിക്കാൻ വയ്യാതെ ദേവി ഉച്ഛണ്ഡമായ ഒരു അട്ടഹാസത്തോടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് വാൾ തട്ടിപ്പറിച്ച് ആദ്യം അയാളുടെ തല വെട്ടി. പിന്നീട് ശൂദ്ര രാജാവിൻ്റെയും രാജഭൃത്യന്മാരുടെയും തലകൾ വെട്ടി. അവരുടെ കഴുത്തിൽ നിന്ന് തിളച്ചു പൊങ്ങുന്ന ചോര ഭൂതഗണങ്ങളോടുകൂടി ദേവി പാനം ചെയ്തു. അവരുടെ തലകൾ പന്ത് തട്ടി കളിച്ചു. അങ്ങനെ ദേവി അവിടെ ഒരു സംഹാര താണ്ഡവം തന്നെ നടത്തി. അനന്തരം ദേവി അന്തർധാനം ചെയ്തു. ഇതാണ് മഹത്തുക്കളെ ദ്രോഹിക്കാൻ പുറപ്പെട്ടാലുള്ള അനുഭവം. ശ്രീശുകൻ പറയുകയാണ്, പരീക്ഷിത്തെ, മരണസമയം അടുത്തതായി അറിഞ്ഞിട്ടും ജഡഭരതന് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല. ഈ ഭരത ചക്രവർത്തി രാജർഷിയായ ഈ ഭരതനാണ് ജഡഭരതനായി മാറിയത്. ജഡനായി മാറി, മൂഢൻ, മണ്ടൻ, വിഡ്ഢിയൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു. അങ്ങനെ ജഡഭരതനായി മാറിയത്. അദ്ദേഹത്തിന് ഒരു പരിഭ്രമവും തോന്നിയില്ല. തന്നെ ഇപ്പം ദേവിക്ക് ബലി കൊടുക്കൂ എന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് യാതൊന്നും ഒരു ബോധമില്ല. അത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. അദ്ദേഹത്തിന് തീരെ അഭിമാനം ഉണ്ടായില്ലല്ലോ. ശരീരാഭിമാനം ഉള്ളവർക്കല്ലേ എൻ്റെ ശരീരം ഇപ്പോൾ വെട്ടിമുറിക്കുമെന്നുമൊക്കെ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നൊക്കെയുള്ള പേടി വരുന്നത്. അദ്ദേഹത്തിന് ആ ശരീരബോധം എന്നേ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കുളിയോ അലങ്കാരമോ ഒന്നുമില്ലാതെ അദ്ദേഹം ജീവിച്ചത്. എല്ലാവരെയും സുഹൃത്തായി കാണുന്നവനും ആരിലും വൈരമില്ലാത്തവനുമായ ഭരതനെ ഭഗവാൻ എപ്പോഴും കാലചക്രത്തിൽ രക്ഷിച്ചു വരുന്നു. ഭഗവത് പാദാരവിന്ദങ്ങളെ സർവാത്മന ശരണം പ്രാപിച്ചവനും എല്ലാം ഈശ്വരപ്രസാദമായി കാണുന്നവനുമായിരുന്നു ഭരതൻ. അതിനാലാണ് നരബലിക്ക് കൊണ്ടു നിർത്തിയ സമയത്ത് പോലും അദ്ദേഹത്തിന് ഭ്രമലേശം പോലും തോന്നാതിരുന്നത്. അപ്പോൾ ഇതാണ് ജഡഭരതൻ്റെ കഥ. അപ്പോൾ ഭരതൻ മൂന്നാമത്തെ ജന്മമെടുത്താണ് ഈ ജഡഭരതനായത്. ഭരത ചക്രവർത്തി അജനാഭ വർഷം ഭരിച്ചുകൊണ്ടിരുന്ന നാഭി രാജാവിൻ്റെ മകനായ ഋഷഭദേവൻ്റെ മകനാണ് ഭരതൻ. 300 പുത്രന്മാരിൽ മൂത്തയാൾ. ആ ഭരതനാണ് ഇപ്പം മൂന്നാമത്തെ ജന്മമെടുത്ത് ഇങ്ങനെയൊക്കെ ആയി മാറിയത്. അടുത്തതിനെയും അധ്യായം 10 അധ്യായം 9 വരെയുള്ള 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളാണ് പഞ്ചമസ്കന്ധത്തിൽ ഇത്രയും വിവരിച്ചത്. 10ാം അധ്യായം ആണ് ഇനിയും നമുക്ക് വിവരിക്കാനുള്ളത്. രഘുഗുണൻ്റെ ശിബികാവാഹകൻ എന്ന ഭാഗമാണ് ഇനി നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ദാമോദര മാസം, കാർത്തിക മാസം ഭഗവാന്റെ ലീലകളിൽ, ഭഗവാന്റെ ആ ഒരു അത്ഭുതകരമായ അതിശയകരമായ അനുഗ്രഹങ്ങളെല്ലാം ഈ ഒരു മാസം ഭഗവാനെ സേവിച്ചാൽ പ്രത്യേകം ലഭിക്കുന്നതാണ്. അപ്പോൾ ഭാഗവതം പാരായണം ചെയ്യുക,
അതിലെ കഥകൾ കേൾക്കുക, കൂടുതൽ ഭഗവാനെ അറിയുക, ഈശ്വരധ്യാനത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ജീവിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.